കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, കോതമംഗലത്ത് നടന്ന ശാപ വിമുക്തി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ നാൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നാം പാപം സംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കണമെന്നാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം. നമ്മൾ ക്രിസ്തു യേശുവിലാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാരത്തിനായി ബലിയായി തീർന്നു. ആ യേശുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പാപ പരിഹാരം വരികയാണ്. യേശുവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ പാപത്തെയും ശാപത്തെയും എല്ലാം തൻ്റെ കാൽവരിയിൽ താൻ വഹിച്ചതുകൊണ്ട് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും എല്ലാം കർത്താവിൻ്റെ മേലായി നമ്മൾ നീതീകരിക്കപ്പെടുക. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ വാസ്തവത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടുക. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ വാസ്തവത്തിൽ പാപമില്ലാത്ത നീതീകരിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലായി ഒരു നല്ല വ്യക്തിയായിട്ട് ഈ ലോകത്ത് ജീവിക്കുക, അനേകർക്ക് മാതൃകയായി ക്രിസ്തു യേശുവിൻ്റെ പ്രാധാന്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുക അത്രേ ചെയ്യുന്നു. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ കേൾക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകും. കാരണം കേൾക്കുന്ന വചനം അത് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുമല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ആ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വേണം കേൾക്കുവാൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസം ജയാളിയായി എന്നെ നടത്തണം. ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടമില്ലാത്തത് വഴിയെന്ന് അങ്ങ് മാറ്റണം. നിനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം തന്നെ പോകണം. നിങ്ങൾ പോലും അതിശയിച്ചു പോകും. അവർ പിന്നെ പിണങ്ങുമ്പോൾ വിഷമിക്കരുത്. കാര്യം നിങ്ങളിലെ തേജസ് വെളിപ്പെടാനാ. പറഞ്ഞാട്ടെ, മഹത്വം വെളിപ്പെടാനാ. ഈ ബൾബയിൽ പൊടി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതിന്റെ മഹത്വം കാണാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യണം? തുടച്ചു മാറ്റിയാൽ മതി. അതാ ഇന്ന് സംഭവിക്കുന്നത്. കർത്താവെ, ഞാൻ എവിടൊക്കെയാണോ തെറ്റിയത്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം. എനിക്ക് യഥാസ്ഥാനപ്പെടണം. അങ്ങേക്ക് യോഗ്യമാണോ നടക്കണം. അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിയാലുള്ള ആശയിൽ എനിക്കൊന്ന് ജ്വലിക്കണം. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ മെസ്സേജ്. തീരുമാനമെടുക്കുന്നവർക്കാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, ഈ മെസ്സേജ് എന്നോടും കൂടിയാ പറയുന്നേ. I am not satisfied. I am not satisfied. ദൈവവചനത്തിലെ സാധ്യതകൾ ഓരോ ദിവസം കാണും തോറും ഞാൻ പറയുന്നു, കർത്താവേ, ഇതും എനിക്ക് വേണം, ഇതും എനിക്ക് വേണം. വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ഈ ശരീരത്തെ താഴെ വായിക്കുമ്പോൾ, ഈ ശരീരത്തിന്റെ അവയവങ്ങളെ പാപം ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞിട്ടെ, പാപം ചെയ്യാൻ ഈ കണ്ണിനെയോ ചെവിയോ കൈയോ കാലയോ എന്ത് ചെയ്യരുത്? വിട്ടുകൊടുക്കരുത്. അവൻ വരുമ്പം പറയാം, വേണ്ട വേണ്ട വേണ്ട, നടക്കത്തില്ല. കാര്യം എന്താ? പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പെട്ടെന്ന് വായിച്ചേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. എല്ലാരും ഒന്ന് വായിച്ചേ, എല്ലാരും ഒന്ന് ചേർന്ന വായിക്കുന്നേ.
ഈ വചനം കേട്ട് ഞാൻ പറയാം, വേട്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ കർത്താവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തണമേ. ഞാൻ ചെയ്തത് തെറ്റുകളാണ്, പക്ഷെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അത്ഭുത വഴി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറക്കാൻ തുടങ്ങും. അത്ഭുത രോഗസൗഖ്യങ്ങൾ ശരീരത്തിൽ അനുഭവിക്കും. ദൈവത്തിന്റെ മന്ദിരമാ. അടുത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇത് ദൈവത്തിന്റെ മന്ദിരമാ, പിശാചന്റെ ചവിട്ടുകൊട്ടയല്ലെന്ന്. ഹല്ലേലൂയ. വായിച്ചേ പെട്ടെന്ന് വായിക്കാം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന്റെ അവയവങ്ങളെ എന്താക്കി മാറ്റണം? നീതിയുടെ ആയുധങ്ങളായും. നിങ്ങളുടെ അവയവങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ? കയ്യ്, കാല്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 12 വരുമ്പം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി അർപ്പിക്കണം. യാഗവസ്തു എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കത്തണം, എന്നാലേ യാഗപീഠം ക്ലിയർ ആകത്തുള്ളൂ, യാഗമാകത്തുള്ളൂ. എൻ്റെ ശരീരത്തെ മരപ്പിക്കാൻ, ശരീരത്തോടും അതിൻ്റെ മോഹങ്ങളോടും മരിപ്പിക്കാനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയാൽ ഇത് ശ്രമിക്കരുതേ, നടക്കത്തില്ല, തുടരുത്, രുചിക്കരുത്. ഇന്ന ഭക്ഷണം കഴിച്ചില്ല, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷെ ഉപവാസം കൊണ്ടൊന്നും പാപത്തിൽ നിന്നും രക്ഷയില്ല. പാപത്തിൽ നിന്നും രക്ഷ ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ കാത്തിരിക്കുന്നവർ അവർ ലോകത്തിന് ബൈ ബൈ പറഞ്ഞവരാ. താഴോട്ട് പെട്ടെന്ന് വായിക്കാം. നിങ്ങളെ തന്നെ മരിച്ച് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ, പാപത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല. ശബ്ദമുയർത്തി പറഞ്ഞേ, പാപത്തിന് ഹല്ലേലൂയ. ഒന്നുകൂടെ പറയണം, പാപത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഫലം കായ്ക്കുമാറ്. ശബ്ദമുയർത്തി പറയട്ടെ, ഫലം കായ്ക്കുമാറ്. ഫലം എല്ലാവരും കാണുന്നതാ. മുന്തിരി വള്ളിയെ ആരും കാണത്തില്ല, കൊമ്പാരും കാണത്തില്ല. ഫലം ലോകം മുഴുവൻ കാണുന്നതാ. ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷം, ഹല്ലേലൂയ, എല്ലാ വിധത്തിൽ നന്മ. നിങ്ങളുടെയും എന്നെയും ലോകത്തിൽ ഉന്നതനാക്കി, മൂലക്കല്ലാക്കി ലോകത്തെ ആ ഫലം കായ്ച്ചുകൊണ്ട് പറയും, ഈ മുന്തിരി വള്ളിയിലൂടെ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഇതാ ഇവന്റെ ജീവിതം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ മരിച്ചവരാണോ? മരിച്ചവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ, ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലാണ് നിൽക്കുന്നത്. ഒരു ദോഷവും നിങ്ങൾക്ക് ബാധിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷിക്കും, കർത്താവേ നന്ദി കർത്താവേ. വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് വേണ്ടി ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ആ ന്യായപ്രമാണം, പഴയ ന്യായപ്രമാണം, പിശാച് നടത്തിയ പാപവഴി, ഇതെല്ലാം പോയി മരിച്ചു. ജീവിക്കുന്ന ക്രിസ്തുവായിട്ട് ഇനി പുതിയ ഭർത്താവ് എന്റേത്. നമ്മളെ ലോകത്തിനല്ല വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്. അതാ വായിച്ചേ. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായി തീർന്നു ആത്മാവിൽ നടക്കുന്നവർ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ ക്രിസ്തുവായി വിശ്വസിക്കുന്നവർ. യേശു പറഞ്ഞു, ഞാൻ സമാധാനം കൊണ്ടുവരാനല്ല, പിന്നെ എന്നാ കൊണ്ടുവരാനാ? വാള്, തീയ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരു മീറ്റിംഗിൽ വരുമ്പോൾ
രോഗസൗഖ്യം നടക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. രോഗസൗഖ്യം ദൈവം ഡിസ്പ്ലേ ചെയ്യുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ മാനസാന്തരപ്പെട്ട തീരുമാനമെടുക്കുന്നത് ഇഷ്ടമല്ല. 5 പേര് വന്നു. 5 പേര് അപ്പനും അമ്മയും മക്കളും വന്നിരിക്കുന്നത്. അതിൽ മകൻ തീരുമാനമെടുക്കുക, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിന്റെ വക. ബാക്കിയുള്ളവർ പറയും എന്നെ ഈ പരിപാടി കാണിക്കുന്നത്, നമ്മൾ ചുമ്മാ യോഗത്തിന് കേട്ട് അനുഭവിച്ച് അനുഗ്രഹം അനുഭവിച്ചിട്ട് തിരിച്ചു വരാനാ പോയത്. നീ എന്നാ തീരുമാനം എടുക്കുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ വക എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ ലോകത്തിലേക്ക് മരിച്ചതെന്ന്. ബൈ ബൈ, പഴയ വഴിയിലോട്ടില്ല ഞാൻ. ഹല്ലേലൂയ. പിന്നെയും പന്നിക്കുഴി പോയി കിടക്കാൻ മടിയാ. എനിക്ക് വേണ്ട, എനിക്ക് അപ്പന്റെ ഭവനത്തിൽ വസിക്കണം. അവിടെ 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 വഴക്കുണ്ടാകും. അയ്യോ എന്റെ പ്രാർത്ഥനയ്ക്ക് വിടുന്നില്ലേ? അത് കർത്താവ് നേരത്തെ പറഞ്ഞ. ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക, കർത്താവ് അത് പറഞ്ഞതാ. എന്നെ കുറിച്ച് വെറുതെ കള്ളം പറയാ, കർത്താവ് അത് പറഞ്ഞ. നിങ്ങളെ കുറിച്ച് കളവും വ്യാജവും പറയുമ്പോൾ നിങ്ങൾ കരഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞേ. നിങ്ങളെ കുറിച്ച് കളവും വ്യാജവും പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഞാൻ പറയാം, വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾ വെളിച്ചമായിട്ട് തിരിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോൾ ഇരുട്ടിന് പല്ല് കടിക്കും. പിന്നെ അവന്റെ പ്രവൃത്തി ആ വീട്ടിൽ നടക്കത്തില്ല. പിന്നെ ആ ശാപം ആ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ആ ദാരിദ്ര്യം ആ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നിന്റെ വിശ്വാസത്തെ, ആ വെളിച്ചത്തെ കെടുത്താൻ പലതും ഇട്ട് തരുമ്പോൾ അവിടെ നീ ഇനിയും ജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇരുട്ട് അവസാനം പറയും ബൈ ബൈ, ഇനി അടുത്ത ഇരുട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോകാം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. തീരുമാനമെടുക്കണം. ആരെയാ ഭയപ്പെടുന്നേ? ആരെയാ ലജ്ജിക്കുന്നേ? ഓൾട്ടർ കോൾ ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാ കണ്ണടപ്പിക്കാത്തത്. ഇത് തീരുമാനം രഹസ്യമല്ല. യേശു രഹസ്യമായിട്ടല്ലല്ലോ മരിച്ചത്. മാനവരാശിക്ക് വേണ്ടി യേശു സ്വർഗത്തിൽ ക്രൂശിക്കപ്പെട്ടു. നിങ്ങളെല്ലാം വിശ്വസിച്ചാൽ മതി. സ്വർഗത്തിലല്ലല്ലോ ക്രൂശിക്കപ്പെട്ടത്, ഭൂമിയിൽ മനുഷ്യനായി വന്ന് നിങ്ങളുടെ മുമ്പേ, എൻ്റെ മുമ്പേ പരിപൂർണ നഗ്നമായി ക്രൂശിൽ കിടന്നു. എൻ്റെ കർത്താവിന് സ്വർഗം വെടിഞ്ഞ് താഴെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാമെങ്കിൽ അത്രയും എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ട് തിരിച്ചും പോകാൻ അവൻ തന്നെയാ, വേറെ ഒരു വഴിയുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. രക്ഷയ്ക്കും കൂടെ ഉള്ളതിന് ഞങ്ങൾ വിശ്വസിക്കും. ശുഭമേറിയതും പറഞ്ഞാട്ടെ, രക്ഷിക്കപ്പെട്ട എനിക്ക്. നല്ല ഉറച്ചു പറയണം, രക്ഷിക്കപ്പെട്ട എനിക്ക്. ശുഭമേറിയതേ നടക്കത്തുള്ളൂ. അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവ മക്കളാകാനുള്ള പദ്ധതി കൊടുത്തു. ആര് വിശ്വസിച്ചാലും യേശുവിന്റെ കുഞ്ഞാവും. പക്ഷേ റോമർ 8:14 പറയാ, those who are led by the Spirit are sons of God. എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആശുപത്രി, നമ്മുടെ പിള്ളേരുണ്ടാകുമ്പോൾ അവരെ കണ്ടാൽ തിരിച്ചറിയത്തില്ല നമ്മുടെ കുഞ്ഞാന്ന്. അറിയോ? ഇപ്പം അനി പ്രസവിച്ചു, റോനക്ക് ആശുപത്രിയിൽ നഴ്സറിയില്ല, പിള്ളേരെല്ലാം പിള്ളേരുടെ കൂടെ അവിടെ കിടക്കുക. ഡോക്ടറിനോട് പറയാ, പോയി നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ അവിടെ പോയി തപ്പത്തേ ഉള്ളൂ. ഏതാ എൻ്റെ കുഞ്ഞ്? കുഞ്ഞിനെ തിരിച്ചറിയത്തില്ല. പിന്നെ അറിയാം, എങ്ങനെയാണെന്നറിയോ? കയ്യിലൊരു ടാഗ് എഴുതിയിട്ടുണ്ട്, ബേബി ഓഫ് അനി. അപ്പൊ ഈ ടാഗ് കാണുമ്പോഴാ, കയ്യെ ബൈബിൾ പിടിച്ചോണ്ട് പോകുമ്പോൾ അറിയുന്നേ, ഓ ഇത് സഭായോഗത്തിന് പോയ പാർട്ടിയാണ്. പക്ഷേ നാൾക്ക് നാൾ ഈ കുഞ്ഞ് വളർന്നു വരുമ്പം ദൈവവചനം പറയാ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവൻ ബിക്കം സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, റോനക്ക് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ റോനക്കിന്റെ ചിരി കാണുമ്പോൾ തങ്കുബ്രദറിന്റെ മകനാണോ? ഇനി ടാഗ് വേണ്ട, കണ്ടാൽ അറിയാം ഇത് തങ്കുബ്രദറിന്റെ മകനാണ്. അതുപോലെ തന്നെയാ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ബൈബിൾ കാണണമായിരുന്നു ആൾക്കാർക്ക് വിശ്വസിക്കാൻ, ഓ ഇത് പോവാന്ന്. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ ഒന്നും വേണ്ട, നീ നിൽക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ പറയും, ഇതെന്തൊരു ശോഭയാ, ഇത് ദൈവമകൻ തന്നെയാ.
എന്ത് വന്നാലും ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുക, നിന്നിൽ എന്താ ഒരു വ്യത്യാസം? അപ്പം പറയാം, എൻ്റെ രക്ഷകൻ യേശുവ. അതാ പരിശുദ്ധാത്മാവിൽ നടത്തുന്നവർ, they are sons of God. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ടില്ലേ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തിയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി നമ്മളിതാ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കാണാൻ പോവുക. കർത്താവ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വേണം ഇതും കാണുവാൻ. കാരണം ഈ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യും. അതുകൊണ്ട് ആ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ഈ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. തോമസ് നാളുകളായി ഈ സിസ്റ്റർ പറഞ്ഞത് ഓർമ്മ വെച്ച കാലം മുതലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാ. ഇങ്ങോട്ട് വരുമ്പോഴും പ്രശ്നമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഇന്നലെ രാത്രി ഒരുപോലെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചതേയിൽ എനിക്ക് ശ്വാസം മുട്ട് കാരണം കാര്യം കിടക്കുമ്പോൾ എല്ലാം കൊക്കി ചുമയും ഭയങ്കര അസ്വസ്ഥതയാണ്. ഇപ്പം എനിക്ക് ചുമ വരുന്നില്ല. പക്ഷേ ആ ഒരു ഉള്ളിലൊരു ഇതുണ്ട്, തണുപ്പുണ്ട് അകത്തോട്ട്, ശ്വാസം അകത്തോട്ട് പോയി പുറത്തോട്ട് വരും ചെയ്യുന്ന അസ്വസ്ഥത. എന്നെ വർഷങ്ങളായിട്ട് എനിക്ക് ഓർമ്മ വെച്ച് നല്ലോട്ടുണ്ടായ ഒരു അസ്വസ്ഥതയാണിത്. പക്ഷെ എനിക്ക് ഇപ്പം പൂർണ്ണമായി സൗഖ്യം നിന്ന് എല്ലാരുമേ കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരുമേ കൂടി സന്തോഷമായി ആരാധിക്കാം. വല്ലഭനാം കർത്താവേ, വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്താവേ, വല്ലഭനായി വെളിപ്പെടുമേ. തോമസ് ബ്രദറെ, ഇതൊരു അത്ഭുത സാക്ഷ്യമാണ് ഈ ആൻറ്റി പറഞ്ഞത്. തോമസ് ബ്രദർ ഇവിടെ ഇന്ന് വിളിച്ചു പറഞ്ഞു, മൂക്കിനകത്ത് ദശ വളർന്ന് മൂക്കിന് ശ്വാസം വലിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന വ്യക്തി ഇതിൻ്റെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞു. ഈ ആൻറ്റി അന്നേരം വിചാരിച്ചു ആൻറ്റിയുടെ കാര്യം ആയിരിക്കത്തില്ല പറയുന്നത്, എന്നാൽ വിശ്വസിച്ചു കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. ആൻറ്റി പറയാം, ഇപ്പം എൻ്റെ മൂക്കം തുറന്നു, എനിക്കിപ്പോൾ നല്ലപോലെ മണം എടുക്കുകയും ചെയ്യാം. എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? കുറേ നാളായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വർഷങ്ങളൊന്നും ഓർമ്മയില്ല. എനിക്ക് ഒരു മൂക്ക് അടഞ്ഞിരിക്കുമായിരുന്നു എപ്പോഴും. അന്നേരം ഇപ്പൊ നല്ലതായിട്ട് ഞാൻ ഈ മൂക്കിലൂടെ ശ്വാസം വിട്ടപ്പോൾ നല്ലതായിട്ട് പോകുന്നുണ്ട്. മണവും കിട്ടി. മറ്റേ മണം കിട്ടുന്നില്ലായിരുന്നു. മണം കുറച്ചേ കിട്ടത്തുള്ളായിരുന്നു. മണം കുറച്ചേ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പൊ നല്ലപോലെ ശ്വാസം പോകുന്നു. യേശു ഒരു ഓപ്പറേഷൻ ചെയ്തു. എത്ര മനോഹരമായ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് എൻ്റെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ആ വിടുതലുകൾ എത്ര അത്ഭുതകരമാണെന്ന് ഇന്ന് നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ. ഈ സാക്ഷ്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ് തരികയാണ്. ഈ യേശുവിന് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ കഴിയും. കാരണം ദൈവവചനം പറയുന്നു, അവൻ ഒട്ടും മാറ്റമില്ലാത്തവനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. മാറ്റമില്ലാത്ത കർത്താവ്, ആ കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു നിമിഷം ആ കണ്ണുകളെ അടച്ചാട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് അവൻ രോഗികളെ സൗഖ്യമാക്കും, ബന്ധനസ്ഥരെ വിടുവിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്വാസതടസ്സം, ശ്വാസകോശ സംബന്ധമായി രോഗത്താൽ ഭാരപ്പെട്ട് വളരെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലങ് ക്യാൻസർ വന്ന് ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ലങ് ക്യാൻസർ ആണോ എന്ന് ഡോക്ടർമാർ സംശയം പറഞ്ഞ് ശ്വാസതടസ്സവും ശ്വാസകോശം നെഞ്ചിൻ്റെ ഭാഗത്ത് വലിയ വേദനയും നീർക്കെട്ടുമൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന വ്യക്തികളുണ്ട്. അവർ ഭയപ്പെട്ടായിരിക്കുന്നത്. ദൈവമേ, ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് പറയുന്നു, ലങ് ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവസ്ഥയിൽ ആൾക്കാർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, നിങ്ങൾക്ക് ക്യാൻസർ ആണെങ്കിലും ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന ഒരു രോഗമാണെങ്കിലും എൻ്റെ യേശു ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കും. കാരണം എൻ്റെ യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു രോഗവും ഈ ലോകത്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഡയബറ്റീസ് രോഗികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് സൗഖ്യമാക്കും. ഷുഗർ ലെവൽ ഇപ്പോൾ തന്നെ നോർമലാകും. അത് വിശ്വാസത്തോടെ വേണം കർത്താവിൻ്റെ അരികിൽ നമുക്ക് ചെല്ലുവാൻ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ആ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്കൊന്ന് അടുത്ത് ചെല്ലാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരിക. കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു. യേശുവെ, ഇന്ന് ആ ലങ് ക്യാൻസർ ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ക്യാൻസർ ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ശ്വാസകോശ സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് പറഞ്ഞ വാഗ്ദത്ത വചനപ്രകാരം അവരുടെ മേൽ ഞാൻ അധികാരമെടുത്തുകൊണ്ട് പൂർണ്ണമായ സൗഖ്യം ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ ലങ്സിനകത്തെ പാച്ച്
പാച്ചസ് അപ്രത്യക്ഷമായി പോകട്ടെ, ആ തടിപ്പ് അപ്രത്യക്ഷമായി പോകട്ടെ, പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ, നീര് മാറിപ്പോകട്ടെ, നെഞ്ചിന് നീർക്കെട്ട്, ആ വെള്ളം കെട്ടുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ അത് മാറട്ടെ, വെള്ളം വലിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഡയബറ്റീസ് പേഷ്യൻസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അതുപോലെ തന്നെ സന്ധികളിൽ വേദനയായിട്ട് അസ്ഥി സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്ന, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ മേലുള്ള രോഗബന്ധനം അഴിഞ്ഞ് ആ കേടുവന്ന അസ്ഥികൾ മാറി പുതിയ അസ്ഥികൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പിതാവെ, നന്ദിയോടെ സ്തോത്രം. അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവെ, ജോലിക്ക് വേണ്ടി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ആ വിളി വരുന്നില്ല, കോൾ ലെറ്റർ വരുന്നില്ല. അതിനുവേണ്ടി വളരെ പ്രയാസപ്പെട്ട് ആ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കോൾ ലെറ്ററിനെ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. കർത്താവ് ജോലി തന്നിരിക്കാൻ നന്ദി പറയുന്നു. അത്ഭുത വിടുതൽ തന്നിരിക്കാൻ സ്തോത്രം. ഭവനങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, മദ്യാസക്തികൾ വിട്ടുമാറട്ടെ, മയക്കുമരുന്നിൻ്റെ ആസക്തികൾ കുഞ്ഞുങ്ങളുടെ മേൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. സൗഖ്യമാക്കിയതിനായി നന്ദി. അത്ഭുത സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ നെഞ്ചിന് നീർക്കെട്ട് മാറി, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു നോക്കാം. അന്നേരം അറിയാം ആ നേരത്തെ ഉണ്ടായിരുന്ന വേദന മാറി. ഹല്ലേലൂയ. അത് കർത്താവ് നിങ്ങളെ തൊട്ടതാണ്, സൗഖ്യമാക്കിയതാണ്. വളഞ്ഞ അസ്ഥികൾ നിവർന്നിട്ടുണ്ട്, ആ മുഴകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു, ഷുഗർ ലെവൽ നോർമലായി കഴിഞ്ഞു. എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആ മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ ആസക്തി, അനുസരണക്കേടിൻ്റെ ആത്മാവ് ഒക്കെ അവിടെ ഉള്ളിൽ നിന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് അത്ഭുതം മറുപടി തന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഓർക്കണം, നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്നതാണ്. അതുകൊണ്ട് ആ സാക്ഷ്യം ഞങ്ങളെയും വിളിച്ചറിയിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റാം. നാളെ നമുക്ക് വീണ്ടും ഇതേ ചാനലിൽ ഇതേ സമയത്ത് കാണാം. തുടർന്നുള്ള ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗമാണ് നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നാളത്തെ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തൻ്റെ കൃപയിൽ നിങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.